നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ ഓക്കേ. ചായ. ഇതെന്താ രൂപേഷേട്ടന്റെ മുഖത്ത് വലിയ സന്തോഷം? കാര്യമുണ്ട്. ആ, അതെന്താ അത്ര വലിയ കാര്യം? ഞാനേ ഒരു IPS കാരിയുടെ ഭർത്താവാകാൻ പോകുന്നു. ആ, എനിക്ക് അപ്പോഴേ തോന്നി രാവിലെ എന്തെങ്കിലും സ്വപ്നം കണ്ടതിന്റെ സന്തോഷമാണെന്ന്. ദർശനെ, ഇത് സ്വപ്നമല്ല, സത്യം. അരുൺ സാർ വിളിച്ചിരുന്നു. നിന്റെ പരീക്ഷയുടെ ഡേറ്റ് തീരുമാനിച്ചോന്ന്. ആ, ജൂൺ 17. നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു സാറ്. ഞാൻ പറഞ്ഞു അക്കാര്യമൊക്കെ ഞാൻ ഏറ്റുന്ന്. രൂപേഷേട്ടാ, ഡേറ്റ് ആയിന്ന് പറഞ്ഞപ്പോ ആകെ ഒരു ടെൻഷൻ. എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ജൂൺ 17 കഴിയുമ്പോ ദർശന IPS കാരിയാവുന്നു. അപ്പോ ഞാൻ ആരാ? രൂപേഷേട്ടാ, അങ്ങനെയൊന്നും അല്ല. ജൂൺ 17 പ്രിലിമിനറി എക്സാമിനേഷനാ. അത് കഴിഞ്ഞ് മെയിൻ എക്സാം ഉണ്ട്. വീണ്ടും ഒരുപാട് കടമ്പകൾ കടന്നാലേ സെലക്ഷൻ കിട്ടും. അതൊന്നും സാരമില്ലെന്നേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആ, നീ അരുൺ സാറിനൊന്ന് വിളിക്ക്. ഞാൻ ഇത് എല്ലാരോടൊന്നും പറഞ്ഞിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാവേ. അപ്പച്ചി, 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 അറിഞ്ഞോ? ദർശനയുടെ IPS പരീക്ഷയുടെ തീയതി വന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് പാസ്സായ ദർശന പിന്നെ ദർശന IPS. അപ്പച്ചി, അപ്പച്ചി, ചായ ഇടുവാണോ? അപ്പച്ചി. ഓ, മോനെന്താ നല്ല സന്തോഷത്തിലാണ്? അപ്പച്ചി, ദർശനയുടെ IPS പരീക്ഷയുടെ തീയതി വന്നു. അപ്പച്ചിക്ക് സന്തോഷായി. ഈ പരീക്ഷ എന്തായാലും ദർശന എഴുതി എടുക്കും, അത് ഉറപ്പാ. രഞ്ജിനെ അറിഞ്ഞില്ലേ? ഞാൻ കേട്ടു. സന്തോഷം. രഞ്ജിനേന്റി, ദർശനയുടെ IPS പരീക്ഷയുടെ തീയതി വന്നു. അടുത്ത മാസം 17 പരീക്ഷ. ഈ IPS പരീക്ഷ കിട്ടിയ പിന്നെ ദർശന വെറും ദർശനയല്ല, മരുവത്തൂർ വീട്ടിൽ വിശ്വനാഥിന്റെ മകൻ രൂപേഷിന്റെ ഭാര്യ ദർശന IPS. എടാ രൂപേഷേ, ഒന്ന് പതുക്കെ പറ. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞങ്ങൾ അടുത്ത് തന്നെ നിൽക്കുവല്ലേ. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉറക്കെ പറയണം. ആ, അല്ലെങ്കിൽ പിന്നെ കേട്ടില്ലെന്ന് വരും. ഇനി ദർശനയെ വെറുതെ ഓരോന്നിനും വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഇനിയുള്ള ദിവസങ്ങള് നന്നായിട്ട് പഠിച്ചാലേ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ജയിക്കാൻ പറ്റൂ. IPS കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞങ്ങളെ പിടിച്ചാ കിട്ടില്ല. ദർശനയുടെ കൂടെ ട്രെയിനിങ്ങിനെ ഞാനും പോകുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കണ്ടേ? എന്റെ ഭാര്യയ്ക്ക് IPS കിട്ടാൻ പോകുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാനല്ലേ? രൂപേഷേ,
ദർശനയെ IPS പരീക്ഷ എഴുതാൻ നിർബന്ധിച്ച് കോച്ചിങ്ങിന് അയച്ച ആളോട് കാര്യം പറഞ്ഞോ? ഏട്ടത്തിയോട് പറഞ്ഞോന്ന്. ഇതാദ്യം പറയാനുള്ളത് ഏട്ടത്തിയോടായിരുന്നു. അത് ദർശന പറഞ്ഞോളൂ. അല്ല, എന്തായാലും കൂടി ഒരു ചർച്ച. ശ്രേ, ദർശനയുടെ IPS പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. അതിന്റെ സന്തോഷം ഇവിടെ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്തോ വലിയ കാര്യമാണെന്ന്. അതെ, ആദ്യത്തെ പ്രിലിമിനറി ചിലപ്പോ പാസ്സാവും, പക്ഷേ അതുപോലെയല്ല ഫൈനല്. അതൊക്കെ ദർശനയ്ക്ക് അറിയാം, നീ പഠിപ്പിക്കണ്ട. അപ്പച്ചി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇത് എല്ലാരോടും പറയണം. പൊക്കോ പൊക്കോ. പാവം. ഈ പരീക്ഷ ഒന്നും അവള് പാസ്സാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒന്ന് മര്യാദയ്ക്ക് പോയേ. രാവിലെ വന്ന് നെഗറ്റീവ് അടിക്കാൻ നിൽക്കാതെ പോ. എന്തായാലും എന്റെ ആത്മഹത്യാ ശ്രമം നല്ലതുപോലെ ഏറ്റിട്ടുണ്ട് അല്ലേ? സംഗതി ഏറ്റു. പക്ഷേ അളിയൻ പറഞ്ഞത് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എതിയുടെ മനസ്സിൽ വേറെന്തോ ഉണ്ട്. അതുകൊണ്ടാ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ എത്ര കാലം ഇത് നമുക്ക് അനുകൂലമായി നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം. നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ആദ്യം സുമംഗല, പിന്നെ ദർശന. അത് കഴിഞ്ഞ് പോകേണ്ടവരാരൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. സുമംഗലയുടെ കാര്യം എന്തായാലും ഞാൻ ഏറ്റു. മാർക്കറ്റിൽ വെച്ച് ദർശനയെ തീർക്കുന്ന കാര്യം ഞാനും ഏറ്റു. എന്താടി നിനക്കൊരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ മരുവത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ കാര്യം പറ. ദർശൻ ഉടനെ IPS കാരിയാകും. രൂപേഷേട്ടൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും പ്രഖ്യാപിച്ചാ കിട്ടൂ? അവനൊരു മണ്ടൻ. IPS എടി, അതിനൊക്കെ എന്തെല്ലാം കടമ്പകളുണ്ട്. അതെല്ലാം കടന്ന് അവൾ IPS കാരിയുടെ കാക്കിക്കുപ്പായ ഇടണമെങ്കിലേ ഈ ഗിരിജ ഇല്ലാതാവണം. അമ്മ അങ്ങനെ മനപ്പായസം കുടിച്ചിരുന്നോ? ഇപ്പൊ തന്നെ ഭാര്യ IPS കാരിയായെന്ന മട്ടിലെ രൂപേഷേട്ടൻ നടക്കുന്നേ. ദർശനയും ഏതാണ്ട് അതേ മട്ടിൽ തന്നെയാ. പിന്നെ പൊട്ടിപ്പെണ്ണിന്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കാർക്കും അത് സഹിക്കില്ല. അവൾ ഒരിക്കലും IPS നേടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച നമ്മുടെ പ്ലാനിങ്ങുകൾ ഒക്കെ തെറ്റും. IPS എന്ന് പറഞ്ഞാലേ വെറും കാക്കിക്കുപ്പായം മാത്രമല്ല, ആരെയും ഭരിക്കാൻ പോകുന്ന അധികാരത്തിന്റെ ചിഹ്നം കൂടിയാ ആ 3 അക്ഷരം.